2019 മുതൽ 2025 വരെ ആ ശബരിമലയ്ക്കകത്ത് പദവികൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ച വ്യക്തികൾക്കെല്ലാം തന്നെ ഇതിനകത്ത് റോൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മളെല്ലാം തന്നെ ഹൃദയത്തിൽ വെച്ചിട്ടുള്ള ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദേവൻ്റെ ആ പ്രദേശത്തു നിന്ന് ഭഗവാന്റെ തിരുസന്നിധിയിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് ഉചിതമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണം എന്ന് മാനുവൽ എഴുതിയിട്ടുണ്ട്. മാത്രവുമല്ല, കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ദേവാലയത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ദേവീക്ഷേത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള മറ്റു ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്ന ആചാര സംഹിതയല്ല ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ കാല സമരങ്ങളിൽ നിന്ന്, ഭക്തരുടെ സമരങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ കൃത്യമായി മാനുവലിൽ എഴുതി വച്ചിട്ടുണ്ട്, അവിടെ ഏതെങ്കിലും ഒരു വസ്തു അതിന് പുനർനിർമ്മിക്കണം എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ദേവ ആചാരത്തിന് ലംഘനമില്ലാത്ത രീതിയിൽ അവിടെ തന്നെ ആയിരിക്കണം അതിൻ്റെ നിർമ്മാണം നടത്തേണ്ടത് എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അറിയാത്തയാളല്ലല്ലോ അവിടുത്തെ മുൻ ദേവസ്വം പ്രസിഡന്റ്.